അനൂപ് വന്നത് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു പ്രൊഫഷണൽ പരിപാടിയായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനൂപിനെ എല്ലാവരും ആ ഒരു ഐഡന്റിറ്റി കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ. ഇപ്പം അനൂപ് തന്നെ തമാശയ്ക്ക് പറയാറുണ്ട്, ഞാൻ ബോധം കെട്ട് വീണാൽ പോലും എടുത്തുകൊണ്ട് പോകാൻ ആലോചിക്കും. സത്യമാണ്, സത്യമാണ്, അത് 100% സത്യമാണ്. നമ്മളെവിടെയെങ്കിലും ചെന്നിട്ട് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ ഉദാഹരണം എവിടെ ചെന്നാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ദുബൈയിൽ നിന്ന് വരുവാണ്. അപ്പോൾ ഞാൻ ദുബൈ എയർപോർട്ടിൽ നമ്മൾ ഡ്യൂട്ടി പേഡിൽ ഇങ്ങനെ നിൽക്കുക, കുറേ കുപ്പികളുടെ ഇടയിൽ. ഇതൊക്കെ ഡ്യൂട്ടി പേഡിൽ കുറേ സമയം പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കോൾ വരും, അളിയ ഈ ബ്രാൻഡ് എടുക്കുക, അളിയ ഈ ബ്രാൻഡ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളുകൾ വരുമല്ലോ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട് വേറെ കക്ഷി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഇവിടെയും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് അയാളുടെ സംശയം. ഞാൻ ഏത് ദുബൈ എയർപോർട്ടിൽ ഞാൻ പറയടാ പോടാ അവിടെ നിന്ന് പറഞ്ഞു. ദുബൈ എയർപോർട്ടിനകത്ത് ഞാൻ ക്യാമറ വെച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് പുള്ളി മദ്യം എടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ മാറുന്നു. പുള്ളി അറിയാൻ പറ്റുമോ നിങ്ങളിതൊക്കെ ഷൂട്ട് ചെയ്തിട്ട്? അയാൾ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ ഫ്രെയിമിനപ്പുറത്തേക്ക് അങ്ങനെ ഗുലുമാലുകളൊന്നും കാണിക്കാറില്ല. അതെന്നെ അടുത്തറിയുന്നവർക്കറിയാം. ദുബായിൽ തന്നെ അതേപോലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ സംഭവം വെച്ചാൽ ദുബായ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മൾ എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ദുബായ്. ഇപ്പം ഞാൻ ഇപ്പം എറണാകുളം സെറ്റിൽഡാണെങ്കിലും പന്തളത്ത് നിന്ന് ഞാൻ ഇവിടെ വരണമെങ്കിൽ ഒരു 4 മണിക്കൂർ എടുക്കും. ഇവിടെ നിന്ന് ദുബായ് ഇപ്പം 3.5 മണിക്കൂർ മതി. ആ അവസ്ഥയിലേക്കാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ ദുബായ് നമ്മളെപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞാനും എൻ്റെ സുഹൃത്തുണ്ട് ബാലു എന്ന് പറഞ്ഞിട്ട്, അയാൾ കരാമയിൽ ഇങ്ങനെ നിന്നിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചായയോ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വരികയും സംസാരിക്കുകയും ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മാനേജർ വന്നിട്ട് പറഞ്ഞു, സാർ ഒരു നിമിഷം നിൽക്കണം, നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, നിങ്ങൾ വന്നതിന് ശേഷം അവിടുത്തെ ദുബൈയുടെ ഹെൽത്ത് എന്താ പറയണ്ടത്, നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അവർ കിച്ചണിൽ പരിശോധന നടത്താൻ വേണ്ടി കയറിയെന്ന്. അവിടുത്തെ ദുബൈ വേഷത്തിലൊക്കെ, അറബി വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞ് തുറന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഷെഫ് പറഞ്ഞ്, നാണം കിട്ടുമെന്ന് തുറക്കണ്ട, ഇത് ഗുൽമാൽറ്റിക്ക് വന്ന്. അപ്പോൾ അറിയില്ലത് ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മാനേജർ കണ്ടിട്ട് ഓടി വന്ന് എന്നിട്ട് അവരോട് മാലിഷ് സോറി പറഞ്ഞിട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഉണ്ട്, അവിടെ ഇരിക്കുന്ന ആൾ ഇതിൻ്റെ ആളാണ്, അങ്ങനെ തെറ്റിദ്ധരിച്ചാന്ന് പറഞ്ഞിട്ട് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയൊരു വീറ്റുണ്ടായി. ഈ കരാമേല് അവർ ഇങ്ങനെ നിൽക്കുക. വേറൊരു ദിവസം ഇങ്ങനെ ഒരു രാത്രി 1 മണിയോ 1:30 അങ്ങോട്ട് ആയിട്ടുണ്ടാവും. അവിടെ ഉറങ്ങാത്ത നഗരമാണല്ലോ. ഇങ്ങനെ ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരു പള്ളിയിലെ ഒരു ഉസ്താദ്, ഒരു ഇമാമാണ് അദ്ദേഹം, അവിടുത്തെ ഏതോ പള്ളിയിൽ അസിസ്റ്റൻറ്റ് ഇമാമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫാൻ എന്നൊന്നും പറയുന്നില്ല നമ്മൾ. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദിനൊക്കെ ഈ ഗുലുമാലൊക്കെ കാണാൻ സമയം കിട്ടുന്നുണ്ടോ? ഞാൻ 2 പരിപാടിയെ കാണത്തുള്ളൂ. ഒന്ന് മറിമായം, പിന്നെ ഗുലുമാൽ. ഇത് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ഉപ്പുമുളോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു. എൻ്റെ റൂം വരെ ഒന്ന് വരാം, ഇതിൻ്റെ മുകളിലാണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കാണുന്നത്. ജമൻ ഉസ്താദ്, അത് ഇവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരാൾ കാണുമ്പം പിന്നെ അവിടെ നമ്മൾ പോകേണ്ടി വരത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പരിചയമില്ലാത്ത ആൾക്കാരാണ്, നമ്മളവിടെ വന്ന് പെട്ടെന്ന് കയറുക എന്ന് പറഞ്ഞൊരു ശരിയായ കാര്യമാണ്. ഒരു പ്രശ്നമില്ല, അവരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഒന്ന് വന്ന് കയറിയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, അവർ ജോലി ചെയ്ത് വന്ന് രാവിലെ മുതൽ പണിയെടുത്തിട്ട് വന്ന് ദുബൈ ജോലി ചെയ്തിട്ട് വന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരല്ല. അവരുടെ അടുത്ത് ഞാൻ വന്ന് എന്ത് ചെയ്യാനാണ്? അവർ ഉറങ്ങി കിടക്കുമ്പോൾ അനൂപ് ഒന്ന് പ്രാങ്ക് ചെയ്ത് ഉണർത്തണത് പറഞ്ഞിട്ട് അവരെല്ലാം ഉണരുമ്പോൾ നല്ല രസമല്ലേ. ഞാൻ പറഞ്ഞ് പാവമ്പാട് ആൾക്കാർ ഇടികൊണ്ട് എൻ്റെ ഇടപാട് തീരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉസ്താദ് കൊള്ളാമല്ലോ പരിപാടി, അവർ കിടന്ന് ഉറങ്ങും, അവരെ പ്രാങ്ക് ചെയ്ത് എന്നെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ ഒരു കാര്യം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കരാമ ദുബൈയുമായിട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. പക്ഷേ ഈ ഐഡന്റിറ്റിയുടെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് ചാൻസ് ഇല്ല. ഇപ്പോൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനായിട്ട് പോകുമ്പോഴും കഥ പറയുമ്പോഴും ഒക്കെ അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാങ്ക് ഉണ്ടോ എന്ന് ആൾക്കാരൊക്കെ നോക്കുമെങ്കിലും ഈ മുഖം പരിചയം കുറച്ചുകൂടെ സിനിമയിലേക്കുള്ള എൻട്രി കുറച്ചുകൂടെ സ്മൂത്ത് ആക്കിയില്ലേ? ആക്കി, ഉറപ്പായിട്ടും. പിന്നെ നമ്മളെ ഇപ്പം കഥ പറയാൻ പോകുമ്പോഴായാലും ഉണ്ണി മോഹൻനായാലും നമ്മളറിയാമല്ലോ. അതിന് മുമ്പ് ഉണ്ണിയും ഞാൻ നേരത്തെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് സൂര്യ ടിവിക്ക് വേണ്ടിയിട്ട്. കുറേ മുമ്പ് അച്ചായൻസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നമ്മുടെ ഒരു വലിയ വിഭാഗം സിനിമാക്കാർക്കും അറിയാവുന്നത് കൊണ്ടും എനിക്കത് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് അനൂപ് കഥ പറയുമ്പോൾ ഒരു കോമിക് കഥയായിരിക്കും അവർ പ്രതീക്ഷിക്കുക. പക്ഷേ ഷെഫീഖിന്റെ സന്തോഷമൊക്കെ അല്ലാതെ തന്നെ നിരൂപക പ്രശംസ നേടിയ ഒരു പടമാണ്. തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു രസമല്ലേ? തമാശ അടിച്ച് നടക്കുന്ന ഒരാൾ വേറൊരു ജോണറിൽ പോയിട്ടൊരു പടം ചെയ്തിട്ട് അത് സംസാരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് രസമുള്ളൊരു പരിപാടി. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ തമാശ എപ്പോഴും സംസാരിക്കുക എന്ന് കരുതിയാൽ നമ്മുടെ ഒരു
നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും, നമ്മളിപ്പം അതൊക്കെ നമ്മുടെ ചിന്തകളും ആ ഒരു വഴിക്ക് പോകുന്നതാണ്. നമ്മളിപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സിനിമ ആഗ്രഹിക്കുന്ന ആളെന്നാണ് എൻ്റെ വിചാരം. സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അതിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സിനിമ എന്ന് പറയുന്നത് വളരെ ബുദ്ധിജീവിയുള്ള സിനിമ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് കോമിക്കാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ പിന്നെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല. ഇത് തന്നെ നിങ്ങളെ തന്നെ നോക്കുക എന്നുള്ളതാണ്. അല്ല, അനൂപ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, ത്രൂ ഔട്ട് ഒരു ഫൺ സിനിമയാണ്. സുരേഷ് ഏട്ടൻ തന്നെ എന്നോട് വായിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ അടുത്ത സമയത്ത് വായിച്ചതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് പറഞ്ഞ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്നൊക്കെ അദ്ദേഹം ഭയങ്കര ഇഷ്ടപ്പെട്ട് സംസാരിച്ചു. അത് എന്നോട് മാത്രമല്ല, സുരേഷ് ഏട്ടൻ്റെ അടുത്ത സൗഹൃദ വലയങ്ങളിലും എല്ലാ ദിവസവും കാണാറുള്ള സൗഹൃദങ്ങളിലും കൂടെ യാത്ര ചെയ്യാറുള്ള സൗഹൃദങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം എന്നോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്നതുപോലെ തന്നെ ഇതുവരെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രവും ഒരു സിനിമയാണ്. അതും പറയുന്ന പോലെ നമ്മളിൽ നിന്നും നമ്മുടെ ഇപ്പോൾ ഈ തമാശകളല്ല, അതിന് വേറൊരു തരം തമാശകളൊക്കെ ഉപയോഗിച്ചൊരു സിനിമയാണ്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. എത്രയും പെട്ടെന്നത് അത് എന്താ പറയുക, അതിലേക്ക് എത്തണം. പുള്ളിയുടെ തിരക്കുകളുണ്ട്. ഇപ്പോൾ അടുത്ത ഒറ്റക്കൊമ്പൻ ഷൂട്ടിൽ കയറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ ഇപ്പോൾ അറിയാമല്ലോ, അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ സൈഡ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യത്തിൽ നിന്ന് മാറ്റിപ്പോയോ? അതെ, അത് കുഴപ്പമില്ല. അത് എല്ലായ്പ്പോഴും നമുക്ക് ഈ വഴക്കത്തിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്, പ്രാങ്ക് ചെയ്യും പോലെ കരുതിയാൽ മതി. പന്തളത്ത് ശേഖം ഒരു കലാകാരന്മാരുടെ ഇടയിലാണ് ജീവിച്ചതെന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അതിന്റെ യഥാർത്ഥ പിക്ചർ എനിക്ക് അറിയില്ല. അവിടെ നാട്ടിൻപുറത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ ഈ തമാശകൾ പറയുമ്പോൾ എന്നെ ചളി തമാശകളാണ്. കൂട്ടുകാരൊന്നും ഒറ്റത്തിനും അംഗീകരിച്ചിട്ടില്ല നാട്ടില്, പഠിക്കുന്ന സമയത്തായാലും. ഞാൻ വിചാരിച്ചു, സത്യസന്ധമായി പറയട്ടെ, ഇവന്മാരുടെ അടുത്തൊന്നും ഇരുന്ന് നമുക്ക് നാണക്കേടാണ്. അടുത്തിരിക്കുമ്പോൾ ഏക്കത്തില്ലെന്ന് മാത്രമല്ല, കളിയാക്കി പറഞ്ഞു വിടുകയാണ്. പോടെ വരെ വല്ല പണിക്ക് പോടെ. ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ച് പറയാനല്ലാതെ നമ്മൾ ലെജൻഡ് ഒന്നും അല്ലല്ലോ. നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന ചിന്തകൾ വരുന്ന തമാശകൾ മുഖത്ത് നോക്കി പറയുക എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ല. ഒറ്റയൊരുത്തൻ എൻ്റെ നാട്ടിൽ എൻ്റെ തമാശകൾ ചിരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആക്ഷേപിച്ചു വിടുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പം ഞാൻ മനസ്സിലാക്കി, നമ്മുടെ പ്രശ്നമല്ല ഇതെൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ അത് ആസ്വദിക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന തമാശകളൊക്കെ. അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ കളിയാക്കലുകളൊക്കെ ആണല്ലോ, അന്നത്തെ കൗണ്ടർ അടിക്കലൊക്കെയാണല്ലോ. പക്ഷെ ഇതെൻ്റെ പ്രശ്നമല്ലെന്ന് കരുതിയിട്ട് ഞാൻ പ്രദേശം മാറി തമാശ പറഞ്ഞു. അവിടെ വിജയിച്ചു കേട്ടോ. ഞാൻ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെ ഒരു സൗഹൃദ വലയാണ്. എന്തൊരു ഗതികേടാണ് ഒരു മനുഷ്യൻ്റെ ആലോചിച്ച് നോക്കിയത്. അവിടെയാണ് എൻ്റെ പിന്നെ സൗഹൃദങ്ങൾ ഉടലെടുത്തത്. ചെങ്ങന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാൻ രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് വരിക, പിന്നെ അവിടെ ഒരു താവളം ഉണ്ടാക്കി അവിടെ അങ്ങ് ഇരിക്കുക. രാത്രി 1 മണി വരെ തമാശ മൊത്തം വിറ്റുപോയി. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അവിടെ ആ ഒരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ തമാശ വർക്കായപ്പം എനിക്ക് മനസ്സിലായി വർക്കൗട്ടാവുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിയാൽ മതി എന്നുള്ളതാണ്.